നമസ്കാരം. ഞങ്ങൾ ജയിച്ചാൽ 5 മിനിറ്റിനുള്ളിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ UDF 5 ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നില്ല. ജയിപ്പിച്ചുവിട്ട ജനങ്ങൾ ചോദിച്ചു തുടങ്ങി ആരാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന്. അവരോട് തിരിച്ച് ധാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടെ ഈ നാട്ടിലെ കോൺഗ്രസുകാർ മറുചോദ്യം ചോദിക്കുന്നു, നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന്. ആരാണ് മുഖ്യമന്ത്രി എന്ന് അറിയാനുള്ള ആഗ്രഹം ഈ നാട്ടിലെ ജനങ്ങൾക്കില്ലേ? അത് ചോദിക്കാനുള്ള ഒരു അധികാരവും സ്വാതന്ത്ര്യവും നിങ്ങൾ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾക്കില്ലേ? അവരോട് ചോദിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് ആരാണെന്നാണോ? ആദ്യം ഇവിടെ തീരുമാനമാകേണ്ടത് ആരാണ് മുഖ്യമന്ത്രി എന്നല്ലേ? 102 സീറ്റിന്റെ മേൽക്കൈയോടുകൂടിയാണ് കേരളത്തിൽ UDF 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരുന്നത്. പക്ഷേ എന്ത് പറയാനാണ്, അധികാരം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളെ മടുപ്പിച്ചിരിക്കുന്നു. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ നാളെ ഒരു മന്ത്രിസഭയൊക്കെ രൂപീകരിച്ച ശേഷം ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥയൊക്കെ വന്നാൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥ വന്നാൽ എന്താകും കേരളത്തിന്റെ അവസ്ഥ എന്ന് തന്നെയാണ് പലരും ചോദിക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയെ ഒന്ന് തീരുമാനിക്കാൻ പോലും കഴിയുന്നില്ല. ഒരു മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞാൽ ഇവിടെ പല ആളുകളും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സ്വന്തം പാർട്ടിക്കകത്ത് കിടന്ന് തന്നെ അടിയിടി കൂടുന്ന കാഴ്ച, ഫ്ലെക്സുകൾ വെച്ച് ഫ്ലെക്സ് യുദ്ധം നടത്തുന്ന കാഴ്ച, കരിയോയിൽ എടുത്ത് നേതാക്കന്മാരുടെ ഫ്ലെക്സിന് നേരെ ഒഴിക്കുന്ന കാഴ്ച, എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഇതിനു വേണ്ടിയാണോ UDF-നെ ജയിപ്പിച്ചു വിട്ടതെന്ന് ജനങ്ങൾ ചോദിക്കുകയാണ്. ഇതിലും എത്രയോ ഭേദമായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുകയാണ്. അവർ ജയിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു. ഇതുപോലെ ഫ്ലെക്സ് വെച്ചുള്ള യുദ്ധങ്ങളോ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാഴ്ചകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ UDF ശരിക്കും മടിപ്പിക്കുന്നു എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. ഇനി ആരാകും പ്രതിപക്ഷ നേതാവ് എന്നതിനെ പറ്റിയുള്ള ചില സൂചനകൾ പുറത്തു വരികയാണ്. പിണറായി വിജയൻ തന്നെയാകും പ്രതിപക്ഷ നേതാവ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവായി വരാൻ പോകുന്നതെന്നുള്ള സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ ഭരണപക്ഷം നിയമസഭയിൽ വെള്ളം കുടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായമിട്ട് സഭയ്ക്കകത്തേക്ക് വന്നാൽ പിന്നെ 102 പേരും വിറയ്ക്കും, അല്ലെങ്കിൽ 102 പേരെയും വിറപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. കാരണം പ്രകടന പത്രിക എന്ന് പറയുന്നത് UDF-ന്റെ അത്തരത്തിലാണല്ലോ. KSRTC-യിൽ ഇപ്പോൾ തന്നെ സൗജന്യ യാത്ര വനിതകൾക്ക് നൽകും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ എത്ര വനിതകൾ കയറുന്നുണ്ട് എന്നറിയാൻ വേണ്ടി ഞങ്ങൾ അതിന്റെ കണക്കുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ചില ഗിമ്മിക്ക് നമ്പറുകളൊക്കെയാണ് UDF പറയുന്നത്. എന്തായാലും അതൊക്കെ നടക്കട്ടെ. ഈ വനിതകൾക്ക് സൗജന്യ യാത്രയൊക്കെ നടപ്പിലാക്കാൻ കഴിയട്ടെ. അങ്ങനെ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും വലിയ വിമർശനങ്ങൾ UDF നേരിടേണ്ടി വരും. അതുപോലെ തന്നെ 3000 രൂപ പെൻഷൻ ഈ മാസം കൊടുക്കേണ്ടതുണ്ട്. അതും കൊടുത്തില്ലെങ്കിലും UDF വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരും. പിന്നെ ആശമാരുടെ 21,000 രൂപ ഓണറേറിയം ഒക്കെ വർദ്ധിപ്പിക്കുന്ന കാര്യം, അതുപോലെ തന്നെ 45,000 രൂപ നഴ്സുമാർക്ക് മിനിമം വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യം, അങ്ങനെ തുടങ്ങി നിരവധി കടമ്പകളാണ് UDF-ന് മുമ്പിലുള്ളത്. ഇതിലേതെങ്കിലും പിഴച്ചാൽ, ഏതെങ്കിലും നടപ്പിലാക്കാതിരുന്നാൽ പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവ് വിറപ്പിക്കും. അത് ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും. മുഖ്യമന്ത്രി എന്ന് പറയാൻ UDF-ൽ ആരും ഇല്ലാത്തത് കൊണ്ടാണ് പേരെടുത്ത് പറയാത്തത്. മാത്രവുമല്ല, ഇപ്പോൾ തന്നെ പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിന്റെ ചില ഭാഗങ്ങൾ വൈറലാവുകയാണ്. പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞാൽ ഏത് രീതിയിലാകും പിണറായി വിജയന്റെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കം എന്നതിനെ പറ്റി അദ്ദേഹം തന്നെ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട്. ആ പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം. LDF-ന് ഈ ജനവിധി ഒരു അവസാനമല്ല, മറിച്ച് തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പുതിയ തുടക്കമാണ്. ജനങ്ങളുടെ വിശ്വാസം മെച്ചപ്പെട്ട നിലയിൽ വീണ്ടെടുക്കാനും കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. കഴിഞ്ഞ 10 വർഷത്തിലുടനീളം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുവെന്നത് നിസ്സംശയമാണ്. അവ നിലച്ചു പോകാതിരിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ശക്തമായ ജനജാഗ്രത തുടർന്നും ഉണ്ടാകേണ്ടതുണ്ട്. നവകേരള നിർമ്മാണത്തിനായി LDF മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ, യുവജന തൊഴിൽ, സാമൂഹ്യനീതി, പൊതു ആരോഗ്യവും വിദ്യാഭ്യാസവും ഇവയെല്ലാം ഇനി മുന്നോട്ട് പോകുമെന്ന് ശക്തമായ പ്രതിപക്ഷ നിലപാടിലൂടെ ഉറപ്പാക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും സാമൂഹ്യ സുരക്ഷയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച നയങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായവയാണ്. അവ നടപ്പിലാക്കുന്നതിനായി പുതിയ സർക്കാരിന്മേൽ ജനാധിപത്യ സമ്മർദ്ദം ചെലുത്തും. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഏത് നല്ല നടപടിയെയും പിന്തുണയ്ക്കും. അതേസമയം ജനവിരുദ്ധമായ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് LDF-ന്റെ ലക്ഷ്യമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വന്നാൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായിരിക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ LDF സർക്കാരിന്റെ സമയത്ത് ഏറ്റവും മോശമായ, എന്തിനേയും ഏതിനേയും ഒക്കെ പുച്ഛിച്ചു തള്ളുന്ന ഒരു
പ്രതിപക്ഷമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഒരു ബഹിഷ്കരണ പക്ഷമായിരുന്നു. എന്തിനേയും ഏതിനെയൊക്കെ ബഹിഷ്കരിക്കുന്ന, ഈ നാട്ടിൽ വരുന്ന എല്ലാ നല്ലതിനെയും വിമർശിക്കുന്ന ഒരു നെഗറ്റീവ് വോളിയായിരുന്നു വേണമെങ്കിൽ വി ഡി സതീശൻ എന്ന ന്യൂജൻ ഭാഷയിൽ പറയാൻ കഴിയും. എന്തായാലും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഈ നാടിന് നന്മ വരുന്ന, ഈ നാട്ടിൽ വികസനം വരുന്ന ഒന്നിനെയും ഞങ്ങൾ തടയില്ല എന്ന് പിണറായി വിജയൻ തുടക്കം തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒപ്പം ഞങ്ങൾ തുടങ്ങി വെച്ച ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എല്ലാം നടപ്പിലാക്കണമെന്നും അത് നടപ്പിലാക്കിയില്ലെങ്കിൽ അതൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ രീതിയിലുള്ള നീക്കങ്ങളും ഞങ്ങൾ നടത്തുമെന്നുമൊക്കെ എന്തായാലും പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യം നടപ്പിലാക്കാതിരുന്നാൽ അതെങ്ങനെ നടപ്പിലാക്കി ജനങ്ങൾക്ക് കൊടുക്കണം എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രതിപക്ഷമായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ 5 വർഷം ഭരണപക്ഷത്തെക്കാൾ മികച്ച ഒരു പ്രതിപക്ഷത്തെയാകും മിക്കവാറും നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പോലും അടിപിടി കൂടുന്ന ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടി ഇവരുടെ എല്ലാം പേഴ്സണൽ കാര്യങ്ങൾ ഈ 5 വർഷം മാധ്യമങ്ങൾക്ക് കൊടുത്ത് അവസാനം ആ വിഷയങ്ങൾ തന്നെ UDFന് ഭരണമില്ലാതാക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. നമുക്കറിയാമല്ലോ, മുഖ്യമന്ത്രി അനുഭവിച്ചതും അത് തന്നെയായിരുന്നു. മുഖ്യമന്ത്രിക്ക് എതിരെ സരിത കൊണ്ടുവന്ന ആ സോളാർ കേസ് പോലും കൊണ്ടുവന്നത് ആ പാർട്ടിക്കകത്തുള്ള ആളുകളാണ്. പിന്നീട് അത് സഖാക്കളുടെ തലയിൽ, CPMന്റെ തലയിൽ വെച്ച് കെട്ടി അവർ ഇതൊക്കെ സഖാക്കൾ വേട്ടയാടിയതാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു. എല്ലാ കേസുകളുടെയും UDFനെതിരെ വന്ന, ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന എല്ലാ കേസുകളുടെയും തുടക്കം ആ പാർട്ടിക്കകത്തു നിന്നും, ആ പാർട്ടിയിലെ ഗ്രൂപ്പ് തർക്കങ്ങളിൽ നിന്നും ഒക്കെ ആയിരുന്നു. അതൊക്കെ ഈ 5 വർഷവും നമ്മൾ കാണാൻ പോവുകയാണ്. എന്റെ ബലമായ സംശയവും ഇവർ 5 വർഷം തികയ്ക്കുമോ എന്ന് തന്നെയാണ്, വേറൊന്നും കൊണ്ടല്ല. അതായത് നിലവിൽ ഇവർക്ക് ഒരു കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. ഇവരുടെ പ്രകടന പത്രികയാണെങ്കിലും സകല മേഖലകളും തകർത്ത് കളയുന്ന രീതിയിലുള്ളതാണ്. ഇപ്പോൾ തന്നെ KSRTC മേഖലയെ തകർത്ത് കളയുന്ന ഒരു പ്രഖ്യാപനമാണല്ലോ ഈ പുറത്തു വന്നിട്ടുള്ളത്. കാരണം ഈ വനിതകൾക്കൊക്കെ സൗജന്യമായി യാത്ര ചെയ്യാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ മേഖല തകർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തകർന്നു വീഴാതെ ആ മേഖലയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി എന്ത് പദ്ധതികളാണ് UDF സർക്കാർ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമൊന്നും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടില്ല. എന്റെ സംശയം ശരിയാവുകയാണെങ്കിൽ തീർച്ചയായും ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ ഇവർ KSRTC മേഖല തകർത്ത് തരിപ്പണമാക്കും. KSRTCയിലെ ജീവനക്കാരുടെയൊക്കെ ഉപജീവന മാർഗം ഇല്ലാതാക്കും. അതിന് മാത്രമേ ഇത് ഉപകരിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും വനിതകൾക്ക് സൗജന്യമായി യാത്ര അനുവദിക്കണം. പക്ഷേ അങ്ങനെ യാത്ര അനുവദിക്കുമ്പോഴും ആ മേഖല തകരാതെ നോക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യത കൂടിയാണ്. മാത്രവുമല്ല, മറ്റൊരു കാര്യം, മോഡിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്. വാഹനങ്ങളൊക്കെ ഞങ്ങൾ പിടിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഗതാഗത വകുപ്പിനും പോലീസിനും ഒന്നും പണിയില്ലാതാവുകയാണ്. ആർക്കും ഏത് രീതിയിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വാഹനങ്ങൾ മോഡിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ട്രാഫിക് നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് എന്തും കാണിച്ചു കൂട്ടാമെന്നാണ് ഇവിടെ UDF പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അപകടങ്ങൾ കൂടും, പല രീതിയിലുള്ള തട്ടിക്കൊണ്ടുപോകലുകൾ കൂടും, മരണങ്ങൾ കൂടും. ഇതൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ഇല്ലാത്ത പ്രകടന പത്രികയാണ് VD സതീശൻ സംഘവും പുറത്തുവിട്ടത്. എനിക്ക് ആ പ്രകടന പത്രിക കണ്ടപ്പോൾ തോന്നിയത് ഞങ്ങൾ ജയിക്കില്ല എന്ന് ഉറപ്പിച്ചെന്തോ പുറത്തുവിട്ട ഒരു പ്രകടന പത്രിക പോലെ തോന്നി. എന്തായാലും ഇപ്പോൾ ജയിച്ചു, 102 സീറ്റ് കിട്ടി. ഇനി ഇതെല്ലാം നടപ്പിലാക്കി ഞങ്ങൾ പറയുന്നതൊക്കെ പ്രാവർത്തികമാക്കുന്നവരാണ് എന്ന് കാണിച്ചു കൊടുക്കേണ്ട സമയമാണ് UDFന് മുമ്പിലുള്ളത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഞങ്ങൾ അതിശക്തരായിട്ടുള്ള പ്രതിപക്ഷമാണെന്നും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന പ്രതിപക്ഷമാണെന്നും ഒക്കെ കാണിച്ചു കൊടുക്കേണ്ട സമയമാണ്. മുഖ്യമന്ത്രിയുടെ കുപ്പായമിട്ട പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായമിട്ട് വരുമ്പോൾ എല്ലാത്തിനെയും പറ്റിയും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സഭയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവായി വരുന്നതെങ്കിൽ VD സതീശനൊന്നും മുഖ്യമന്ത്രിയായി വരല്ലേ എന്ന് തന്നെയാകും എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല. അങ്ങനെ വല്ലതുമാണെങ്കിൽ VD സതീശനെ ആദ്യത്തെ ഒരു നിയമസഭാ സമ്മേളനത്തിൽ തന്നെ പിണറായി വിജയൻ അടിച്ചിടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് VD സതീശൻ എറിഞ്ഞതൊക്കെ ബൂമറാങ്ങായി VD സതീശനെ കൊള്ളുന്ന കാഴ്ച നമുക്ക് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വരുമ്പോൾ കാണാൻ സാധിക്കും. ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും, VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഉന്നയിച്ചത് പോലുള്ള വ്യക്തിഹത്യകളും അത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള ആരോപണങ്ങളും ഒന്നും എന്തായാലും ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്, LDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും UDFന് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ കഴിയട്ടെ, LDFന് നല്ല പ്രതിപക്ഷമായി ഇരിക്കാൻ കഴിയട്ടെ. എന്തായാലും ആര് നല്ല ഗംഭീരമായി ജനങ്ങളുടെ ശബ്ദമായി മാറുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും ആദ്യം തന്നെ UDF ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്കറിയാം 24-ാം തീയതി പുതിയ മുഖ്യമന്ത്രി ഉണ്ടാകണം, മന്ത്രിസഭ ഉണ്ടാകണം. ഇനി അതിലേക്ക് എത്തിച്ചേർന്നില്ലെങ്കിൽ ഒരു 3 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു കസേരയെങ്കിലും ഉണ്ടാക്കി 3 പേരെയും ഒരുമിച്ച് പ്രതിഷ്ഠിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെയൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.